നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ. സെൻട്രൽ ബാങ്കിൻ്റെ ഫംഗ്ഷനെക്കുറിച്ചിട്ടും ഇന്ത്യയിൽ സെൻട്രൽ ബാങ്ക് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നതിനെക്കുറിച്ചിട്ടുമാണ്. ഫസ്റ്റ്, വാട്ട് ഈസ് സെൻട്രൽ ബാങ്ക്? എന്താണ് സെൻട്രൽ ബാങ്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എ സെൻട്രൽ ബാങ്ക് ഈസ് ആൻ അപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ which operate, control, direct and regulate the monetary and banking structure of the country. ഇതിൽ പറയുന്നത് ഒരു സെൻട്രൽ ബാങ്ക് എന്ന് പറയുന്നത് ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ തന്നെ ഏറ്റവും ഉയർന്ന അപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് ഉയർന്ന സ്ഥാപനമായിട്ട് കണക്കാക്കുന്നു. ഇതിൽ ബാങ്കിങ്ങിൻ്റെയും മോണിറ്ററി സ്ട്രക്ചറിൻ്റെയും ഓപ്പറേറ്റ് ചെയ്യുകയും അത് കൺട്രോൾ ചെയ്യുകയും ഈ ബാങ്കിങ് പ്രവർത്തനത്തിനെ ഡയറക്റ്റ് ചെയ്യുകയും റെഗുലേറ്റ് ചെയ്യുകയും ചെയ്യാനുള്ള അധികാരം ഈ സെൻട്രൽ ബാങ്കിനായിരിക്കും. കാരണം ഇതാണ് സെൻട്രൽ ബാങ്കാണ് ബാങ്കുകളുടെ അപ്പെക്സ് അതോറിറ്റി ആയിട്ട് കണക്കാക്കുന്നത്. എ സെൻട്രൽ ബാങ്ക് എന്ന് പറയുന്നത് ഈസ് എ സോ കോൾഡ് ബിക്കോസ് ഇറ്റ് ഈസ് ഒക്യുപ്പൈ എ സെൻട്രൽ ഓർ ഹയസ്റ്റ് പൊസിഷൻ ഇൻ ദ മോണിറ്ററി ആൻഡ് ബാങ്കിങ് സ്ട്രക്ചർ ഓഫ് ദ കൺട്രി. ഇതിൽ പറയുന്നത് സെൻട്രൽ ബാങ്കിന് സെൻട്രൽ ഓർ ഹയസ്റ്റ് പൊസിഷൻ എന്ന് പറയാൻ കാരണം തന്നെ ഈ മോണിറ്ററി ആൻഡ് ബാങ്കിങ് സ്ട്രക്ചറിൽ പ്രാധാന്യം കൊടുക്കുന്നത് കൊണ്ടാണ്. ഇത് ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്യുന്നതും ഇത് നിയന്ത്രിക്കുന്നതും സെൻട്രൽ ബാങ്ക് ആയതുകൊണ്ട് തന്നെയാണ് ഇതിനെ സെൻട്രൽ ഓർ ഹയസ്റ്റ് പൊസിഷൻ ഉള്ളത്. ഈ സെൻട്രൽ ബാങ്ക് പല രാജ്യങ്ങളിലും പല പേരിലാണ് അറിയപ്പെടുന്നത്. ഇന്ത്യയിലെ സെൻട്രൽ ബാങ്ക് അറിയപ്പെടുന്ന പേരാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ സെൻട്രൽ ബാങ്ക് അറിയപ്പെടുന്ന പേരാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. സെൻട്രൽ ബാങ്ക് എന്നുള്ളത് ഒരു അപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് ആൻഡ് ഇതിനാണ് ഹയസ്റ്റ് പൊസിഷൻ ഉള്ളത്. ഡെഫിനിഷൻ: എ ലെൻഡർ ഓഫ് ലാസ്റ്റ് റിസോർട്ട് ഈസ് ആൻ എസെൻഷ്യൽ ഫംഗ്ഷൻ ഓഫ് സെൻട്രൽ ബാങ്ക്. ഹോട്ട്രേ പറയുന്നത് പ്രകാരം ഒരു സെൻട്രൽ ബാങ്കിൻ്റെ എസെൻഷ്യൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത് തന്നെ ലെൻഡർ ഓഫ് ലാസ്റ്റ് റിസോർട്ടായിട്ട് പ്രവർത്തിക്കുക എന്നാണ്. അതായത് കടം വാങ്ങിക്കാനുള്ള അവസാന ആശ്രയമായിട്ട് ഈ സെൻട്രൽ ബാങ്കിനെ കണക്കാക്കുന്നു. ഇതാണ് ഫസ്റ്റത്തെ ഡെഫിനിഷനിൽ നിന്ന് മനസ്സിലാക്കുന്നത്. സെക്കൻഡ് ഡെഫിനിഷൻ എന്താ പറയുന്നതെന്ന് വെച്ചാൽ പ്രൈമറി ഫംഗ്ഷൻ ഓഫ് സെൻട്രൽ ബാങ്ക് ഈസ് എ ബാങ്കിങ് സിസ്റ്റം in which a central bank has either a complete or a residual monopoly in the note issue. വീര സ്മിത്ത് പറയുന്നത് പ്രകാരം ഈ സെൻട്രൽ ബാങ്കിൻ്റെ ഏറ്റവും പ്രൈമറി ഫംഗ്ഷൻ എന്ന് പറയുന്നത് തന്നെ നോട്ട് ഇഷ്യൂ ചെയ്യലാണ്. ഈ സെൻട്രൽ ബാങ്കിന് ഇതിൽ മോണോപ്പൊളി പവറാണ് ഉണ്ടാവുക. ഹോട്ട്രേയുടെ ഡെഫിനിഷൻ പറയുന്ന പ്രകാരം ലെൻഡർ ഓഫ് ലാസ്റ്റ് റിസോർട്ടായി പ്രവർത്തിക്കുന്നു എന്നാണെന്നുണ്ടെങ്കിൽ വീര സ്മിത്തിൻ്റെ ഡെഫിനിഷൻ പറയുന്നത് പ്രകാരം സെൻട്രൽ ബാങ്കിൻ്റെ പ്രൈമറി ഫംഗ്ഷൻ എന്ന് പറയുന്നത് മോണോപ്പൊളി ഇൻ നോട്ട് ഇഷ്യൂ ആണ്. ആർ ബി ഐ സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നത് ഹിൽട്ടൺ യങ് കമ്മീഷൻ 1926 റെക്കമെൻഡേഷൻ പ്രകാരമാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിച്ചത്. 1926 ഹിൽട്ടൺ യങ് കമ്മീഷൻ്റെ റെക്കമെൻഡേഷൻ പ്രകാരമാണ് ഈ ആർ ബി ഐ ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തത് 1 ഏപ്രിൽ 1935 വരെയാണ്. ബ്രിട്ടീഷ് റൂളിലുള്ള കാലഘട്ടത്തിലായിരുന്നു ചെയ്തത്. Accordance with the provision of Reserve Bank of India Act 1934. Reserve Bank of India Act 1934 പ്രകാരമാണ് ഇന്ത്യയിൽ ആർ ബി ഐ പ്രവർത്തിക്കാൻ തുടങ്ങിയതും. ഇത് ബ്രിട്ടീഷ് റൂളിൻ്റെ കീഴിലായിരുന്നു ഉണ്ടായിരുന്നത്. ഹിൽട്ടൺ യങ് കമ്മീഷൻ്റെ റെക്കമെൻഡേഷൻ പ്രകാരമാണ് ആർ ബി ഐ വന്നത്. ഈ ആർ ബി ഐ 34 വന്ന ആർ ബി ഐയെ 1 ജാനുവരി 1949 നാഷണലൈസ് ചെയ്തു. നാഷണലൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ദേശസൽക്കരിച്ചു. ആർ ബി ഐനെ നാഷണലൈസ് ചെയ്തു. ഈ സ്ലൈഡിൽ പറഞ്ഞത് ആർ ബി ഐ വരാനുള്ള മെയിനായിട്ടുള്ള കമ്മീഷൻ എന്ന് പറയുന്നത് ഹിൽട്ടൺ യങ് കമ്മീഷൻ്റെ റെക്കമെൻഡേഷൻ പ്രകാരമാണെന്നും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് 1934 പ്രകാരമാണ് 1 ഏപ്രിൽ 1935 ആർ ബി ഐ പ്രവർത്തനം തുടങ്ങിയതെന്നും പറഞ്ഞു. ആൻഡ് 1 ജാനുവരി 1949 ആർ ബി ഐ നാഷണലൈസ് ചെയ്യുകയും ചെയ്തു. And RBI is entrusted with 21 members, Central Board of Directors, the Governor, 4 Deputy Governor, 2 Finance Ministry representative, 10 government nominated directors to represent important elements of Indian economy, and 4 directors to represent local boards, headquarters and at Mumbai, Kolkata, Chennai, New Delhi. ഈ സ്ലൈഡിൽ പറയുന്നത് ആർ ബി ഐയിൽ 21 മെമ്പേഴ്സ് അടങ്ങുന്ന സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സാണ് ഉള്ളത്. 21 മെമ്പേഴ്സുള്ള സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സാണ് ഉള്ളത്. അതിൽ ഗവർണറും 4 ഡെപ്യൂട്ടി ഗവർണറും 2 ഫിനാൻസ് മിനിസ്റ്ററിൽ നിന്നുള്ള 2 റെപ്രസെൻറ്റേറ്റീവും
പിന്നെ ഗവൺമെൻറ് നോമിനേറ്റ് ചെയ്തിട്ടുള്ള ഡയറക്ടേഴ്സ് 10 ഗവൺമെൻറ് നോമിനേറ്റഡ് ഡയറക്ടേഴ്സാണുള്ളത്. ഇവരധികവും നോക്കുന്നത് ഇന്ത്യൻ എക്കോണമീൻ്റെ മെയിൻ എലമെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ളതായിരിക്കും. ആൻഡ് 4 ഡയറക്ടേഴ്സ് ഈ ലോക്കൽ RBIക്ക് ലോക്കൽ ബോർഡ്സ് ഉണ്ട്. 4 പ്രദേശങ്ങളിലായിട്ട് ലോക്കൽ ബോർഡ്സ് ഉണ്ട്. മുംബൈയിലും കൊൽക്കത്തയിലും ചെന്നൈയിലും ന്യൂഡൽഹിയിലും. ഈ 4 ബോർഡിൽ നിന്നും വരുന്ന ഡയറക്ടേഴ്സും കൂടി ഉൾപ്പെടുത്തുന്നതാണ് ഈ 21 മെമ്പേഴ്സുള്ള സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. റിപ്പീറ്റ് ചെയ്യാം. ഗവർണറും, ഒരു ഗവർണർ, 4 ഡെപ്യൂട്ടി ഗവർണർ, 2 ഫിനാൻസ് മിനിസ്ട്രി റെപ്രസെൻറ്റേറ്റീവ്, 10 ഗവൺമെൻറ് നോമിനേറ്റ് ചെയ്തിട്ടുള്ള വ്യക്തികൾ, 4 ഡയറക്ടേഴ്സ്, ലോക്കൽ ബോർഡിലുള്ള 4 ഡയറക്ടേഴ്സും കൂടി ചേർന്നതാണ് ഈ സെൻട്രൽ ബാങ്കിൻ്റെ സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ്, ദ ഫസ്റ്റ് ഗവർണർ ഓഫ് RBI വാസ് ഓസ്ബോൺ സ്മിത്ത്. ആദ്യത്തെ RBI ഗവർണർ എന്ന് പറയുന്നത് ഓസ്ബോൺ സ്മിത്ത് ആണ്. പക്ഷെ അടുത്ത പോയിന്റ് നോക്കൂ, ദ ഫസ്റ്റ് ഇന്ത്യൻ ഗവർണർ വാസ് CD ദേശ്മുഖ്. നമ്മൾ നേരത്തെ പറഞ്ഞു RBI സെറ്റപ്പ് ചെയ്തത് ബ്രിട്ടീഷ് റൂളിൻ്റെ കാലഘട്ടത്തിലാണ്. അതുകൊണ്ടാണ് ഫസ്റ്റ് ഗവർണർ ആരാണെന്ന് ചോദിക്കുമ്പോൾ ഓസ്ബോൺ സ്മിത്ത് എന്നും, ഫസ്റ്റ് ഇന്ത്യൻ ഗവർണർ, അതായത് ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് ഫസ്റ്റ് ഇന്ത്യൻ ഗവർണറായിട്ട് നിയമിച്ചത് CD ദേശ്മുഖിനെയുമാണ്. തേർഡ് പോയിന്റിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ദ പ്രസൻറ്റ് RBI ഗവർണർ എന്ന് പറയുന്നത് ശക്തികാന്ത് ദാസ് ആണ്. മാർച്ച് 2020 മുതലാണ് അദ്ദേഹം RBI ഗവർണറായിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങിയത്. ദ ഫിനാൻഷ്യൽ ഇയർ ഓഫ് RBI ഈസ് ഫ്രം 1st July to 13th June. RBIയുടെ ഫിനാൻഷ്യൽ ഇയർ ആയിട്ട് കണക്കാക്കിക്കൊണ്ടിരുന്നത് 1st July മുതൽ ജൂലൈ 1-ാം തീയതി മുതൽ 13th June വരെയായിട്ടാണ് കണക്കാക്കിയിട്ടുണ്ടായിരുന്നത്. The headquarters of RBI is in Kolkata, but in 1937 it was shifted to Shahid Bhagat Singh Marg, Mumbai. ആദ്യം RBIയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നത് കൊൽക്കത്തയിലായിരുന്നു. പക്ഷെ 1937 ഇത് ഷിഫ്റ്റ് ചെയ്തിട്ട് ഷഹീദ് ഭഗത് സിംഗ് മാർഗ്, അതായത് ഭഗത് സിംഗ് റോഡിൽ, ഷാഹിദ് ഭഗത് സിംഗ് റോഡിൽ മുംബൈയിലുള്ള ആ ഭാഗത്തേക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ഷിഫ്റ്റ് ചെയ്തു. കൊൽക്കത്തയിൽ നിന്നും മുംബൈയിലേക്ക് ഷിഫ്റ്റ് ചെയ്തത് 1937 ആൻഡ് ഫങ്ഷൻസ് ഓഫ് സെൻട്രൽ ബാങ്ക്. ഇവിടെ ഫങ്ഷൻസ് ഓഫ് സെൻട്രൽ ബാങ്ക് മെയിനായിട്ടും 2ആയിട്ട് തിരിക്കുന്നുണ്ട്. മോണിറ്ററി ഫങ്ഷൻസ് ആൻഡ് നോൺ മോണിറ്ററി ഫങ്ഷൻസ് എന്ന് പറയുന്നത്. മോണിറ്ററി ഫങ്ഷൻസ് ആൻഡ് നോൺ മോണിറ്ററി ഫങ്ഷൻസ്. അപ്പോൾ അതിൽ മോണിറ്ററി ഫങ്ഷൻ എന്താണെന്ന് വെച്ചാൽ ബാങ്ക് ഓഫ് ഇഷ്യൂ ഓഫ് കറൻസി, ബാങ്ക് ഓഫ് ഇഷ്യൂ ഓർ കറൻസി ഫങ്ഷൻ. നമ്മളിപ്പോൾ നോട്ട് പ്രിൻ്റ് ചെയ്യാനുള്ള ഏക അവകാശം സെൻട്രൽ ബാങ്കിന് മാത്രമാണ്. വേറെ ആർക്കും ഇത് പ്രിൻ്റ് ചെയ്യാനുള്ള അധികാരമില്ല. ഇതാണ് ഫസ്റ്റത്തിൽ പറയുന്നത്. അതിൽ പറയുന്നത് ഇതാണ്. RBI in our country has been given a sole right of issuing currency note except 1 rupees notes. 1 രൂപയുടെ നോട്ടും കോയിനുകളും ഒഴിച്ച് ബാക്കി ഇന്ത്യയിൽ പ്രിൻ്റ് ചെയ്യുന്ന എല്ലാ കറൻസിയും പ്രിൻ്റ് ചെയ്യാനുള്ള അധികാരമുള്ളത് RBIക്ക് മാത്രമാണ്. അപ്പോൾ ആരായിരിക്കും 1 രൂപ കറൻസിയും കോയിൻസും പ്രിൻ്റ് ചെയ്യുന്നത്? 1 രൂപ കറൻസിയും കോയിൻസും പ്രിൻ്റ് ചെയ്യുന്നത് മിനിസ്ട്രി ഓഫ് ഫിനാൻസ് ആണ്. അതിൽ ആരുടെ സൈൻ ഉണ്ടാവുകയെന്ന് വെച്ചാൽ ഫിനാൻസ് സെക്രട്ടറീൻ്റെ സൈനോട് കൂടിയിട്ടായിരിക്കും 1 രൂപയുടെ കോയിനോ 1 രൂപേൻ്റെ നോട്ടോ കോയിനുകളോ പബ്ലിഷ് ചെയ്യുന്നത്. പകരം വേറെ ഹൈ ഡിനോമിനേറ്റഡ് ഉള്ള കറൻസിയിൽ സിഗ്നേച്ചർ എന്ന് പറയുന്നത് ഗവർണറുടെ സിഗ്നേച്ചർ ആയിരിക്കും. നമ്മൾ ശ്രദ്ധിച്ചു വെച്ചാൽ കയ്യിൽ നോട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നോക്കി വെച്ചാൽ അറിയാം അതിൽ ഗവർണറുടെ സിഗ്നേച്ചർ ഉണ്ടാവുക. പക്ഷെ 1 രൂപേൻ്റെ കോയിനാണെന്നുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ 1 രൂപേൻ്റെ നോട്ടാ ഇല്ലെങ്കിൽ കോയിനുകളോ 1, 2, 5 കോയിനാണെന്നുണ്ടെങ്കിൽ അതിൽ ഫിനാൻസ് മിനിസ്റ്റർ ആയിരിക്കും ചെയ്യുന്നത്. ഫിനാൻസ് സെക്രട്ടറീൻ്റെ സിഗ്നേച്ചർ ആയിരിക്കും ഉണ്ടാവുക. ഈ കറൻസി റെഗുലേറ്റർ ഓഫ് കറൻസിയിൽ ഇവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു മിനിമം റിസർവ് സിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാവും. ആ മിനിമം റിസർവ് സിസ്റ്റം RBIയിൽ ഉണ്ടെങ്കിൽ മാത്രമാണ് കറൻസി പ്രിൻ്റ് ചെയ്യുക. ഈ മിനിമം റിസർവ് സിസ്റ്റം പ്രകാരം ₹115 കോടിയോളം ഗോൾഡും ആൻഡ് 35 കോടിയോളം ഫോറിൻ സെക്യൂരിറ്റീസും വെച്ച് കഴിഞ്ഞ് വെച്ചാൽ ഇതാണ് മിനിമം റിസർവ് സിസ്റ്റത്തിൽ പറയുന്ന മിനിമം ലെവൽ എന്ന് പറയുന്നത്. 115 കോടി ഗോൾഡും 85 കോടി ഫോറിൻ സെക്യൂരിറ്റീസും ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് അത്രയും അളവിലോ ഇല്ലെങ്കിൽ അതിൽ കൂടുതൽ അളവിലോ കറൻസി പ്രിൻ്റ് ചെയ്യാൻ പറ്റും. ഇത് RBI ഫോളോ ചെയ്യുന്ന ഒരു റൂളാണ് മിനിമം റിസർവ് സിസ്റ്റം എന്ന് പറയുന്നത്. ആൻഡ് സെൻട്രൽ ബാങ്ക് കീപ് ദെയർ മെയിൻ കൺസിഡറേഷൻ റിഗാർഡിംഗ് ദ ഇഷ്യൂ ഓഫ് നോട്ട്സ്.
അതിൽ യൂണിഫോമിറ്റി, ഇലാസ്റ്റിസിറ്റി, സേഫ്റ്റി, ഈ 3 കാര്യങ്ങളെയും കൺസിഡർ ചെയ്തിട്ടാണ് സെൻട്രൽ ബാങ്ക് നോട്ട് ഇഷ്യൂ ചെയ്യുക. സെൻട്രൽ ബാങ്ക് നോട്ട് ഇഷ്യൂ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുന്ന മെയിൻ കാര്യങ്ങളാണ് യൂണിഫോമിറ്റി, സേഫ്റ്റി, ഇലാസ്റ്റിസിറ്റി. വേറെ ആർക്കും കറൻസി പ്രിൻ്റ് ചെയ്യാനുള്ള അധികാരമില്ല. ആൻഡ് RBI try to keep money growth within the target range and keep inflationary pressure at a lower level. RBI ആണ് മണി ഗ്രോത്തിനെ ഒരു ടാർഗറ്റഡ് റേഞ്ചിൻ്റെ ഉള്ളിൽ വെക്കാൻ വേണ്ടി സഹായിക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ മണി ഫ്ലോ കൂടുതലാണെന്നുണ്ടെങ്കിൽ അത് ഇൻഫ്ലേഷൻ എന്നുള്ള സിറ്റുവേഷനിലേക്ക് നയിക്കുകയും അത് എക്കോണമീനെ തെറ്റായ രീതിയിലേക്ക് ബാധിക്കുക, അഡ്വേഴ്സായിട്ട് എഫക്റ്റ് ചെയ്യുകയും ചെയ്യും. ഈ ഒരു സിറ്റുവേഷൻ ഇല്ലാതെ കൺട്രോൾ ചെയ്തു പോകുന്നത് RBIയുടെ ഫങ്ഷനാണ്. RBI എപ്പോഴും അപ്പോൾ മണി ഗ്രോത്തിന് ഒരു വിത്തിൻ ദ ടാർഗറ്റഡ് ലെവലിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കുകയും ഇൻഫ്ലേഷണറി പ്രഷർ കുറയ്ക്കുകയും ചെയ്യുന്നു. ആൻഡ് സെക്കൻഡ് ഫങ്ഷനാണ് ബാങ്കർ, ഏജൻറ്റ്, അഡ്വൈസർ ടു ദ ഗവൺമെൻറ്. ഒരു ഗവൺമെൻറ്റിനെ സെൻട്രൽ ബാങ്ക് എന്നുള്ളത് ബാങ്കറായിട്ടും ഏജൻ്റായിട്ടും അഡ്വൈസറായിട്ടും പ്രവർത്തിക്കുന്നു. അപ്പോൾ ഇത് എങ്ങനെയാണെന്ന് നോക്കാം. ഇറ്റ് ഹെൽപ്പ് ദ ഗവൺമെൻറ് വിത്ത് ഷോർട്ട് ടേം ലോൺസ് ആൻഡ് അഡ്വാൻസ് ഇൻ ടേംസ് ഓഫ് ഡിഫിക്കൽട്ടി. ഇതിൽ പറയുന്നത് ഗവൺമെൻറ്റിന് ഷോർട്ട് ടേം ലോൺസ് പ്രൊവൈഡ് ചെയ്യുന്നു. എമർജൻസി സിറ്റുവേഷനിൽ, അടിയന്തര സിറ്റുവേഷൻസിൽ, ഫിനാൻസ് ആവശ്യമായിട്ടുള്ള സിറ്റുവേഷനിൽ ഗവൺമെൻറ്റിന് ഷോർട്ട് ടേം ലോൺസ് സെൻട്രൽ ബാങ്ക് അഥവാ RBI പ്രൊവൈഡ് ചെയ്യുന്നു. അങ്ങനെ RBI സെൻട്രൽ ബാങ്ക് ഒരു ബാങ്കറായിട്ട് പ്രവർത്തിക്കുന്നു ഗവൺമെൻറ്റിന് വേണ്ടിയിട്ട്. രണ്ടാമത്തേത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ബോറോ, GOI എന്ന് പറയുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയാണ്. ബോറോ മണി ഫ്രം RBI ടു ഫിനാൻസ് ഇറ്റ് ബഡ്ജറ്റ് ഡെഫിസിറ്റ്. എന്താണ് ബഡ്ജറ്റ് ഡെഫിസിറ്റ് എന്ന് പറയുന്നത്? ബഡ്ജറ്റ് ഡെഫിസിറ്റ് എന്ന് വെച്ചാൽ നമ്മളുടെ എക്സ്പെൻഡിച്ചർ, ചെലവുകൾ കൂടുതലും റവന്യൂ കുറവുമായിട്ടുള്ള സിറ്റുവേഷനെയാണ് ബഡ്ജറ്റ് ഡെഫിസിറ്റ് എന്ന് പറയുന്നത്. എക്സ്പെൻഡിച്ചർ അവിടെ വളരെ അധികവും നമുക്കതിൻ്റെ ഇൻകം, വരുമാനം തീരെ ഇല്ലാത്തൊരു അവസ്ഥയാണ് ബഡ്ജറ്റ് ഡെഫിസിറ്റ് എന്ന് പറയുന്നത്. ഈ സിറ്റുവേഷൻ ഉണ്ടാക്കുന്ന സമയത്ത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഈ ബഡ്ജറ്റ് ഡെഫിസിറ്റ് ഫേസ് ചെയ്യുന്ന സിറ്റുവേഷനിൽ RBI മണി ഫിനാൻസ് ചെയ്യുന്നു. RBIയിൽ നിന്നും ബോറോ ചെയ്യാൻ പറ്റും, പൈസ ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് പൈസ കടമെടുക്കാൻ പറ്റും. ഫസ്റ്റത്തേൽ ഷോർട്ട് ടേം ലോണ് ഗവൺമെൻറ്റിന് പ്രൊവൈഡ് ചെയ്യുന്നു. രണ്ടാമത്തേതിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് RBIയിൽ നിന്നും പണം കടമെടുക്കാം. ആൻഡ് മൂന്നാമത്തേത് ആസ് എ ഗവൺമെൻറ് ഏജൻറ്റ് ദ സെൻട്രൽ ബാങ്ക് കണ്ടക്ട് സെൽ ആൻഡ് പർച്ചേസ് ഓഫ് ഗവൺമെൻറ് സെക്യൂരിറ്റീസ്, ഓൾസോ മാനേജ് നാഷണൽ ഡെപ്റ്റ് ആൻഡ് ഫോറിൻ ഡെപ്റ്റ്. ഇതിൽ പറയുന്നത് ഗവൺമെൻറ്റിന് വേണ്ടിയിട്ടൊരു ഏജൻ്റായിട്ട് പ്രവർത്തിക്കുന്നു. ഇതിൻ്റെ ഭാഗമായിട്ട് ഗവൺമെൻറ് സെക്യൂരിറ്റീസ് പർച്ചേസ് ചെയ്യുകയും ഓപ്പൺ മാർക്കറ്റിൽ സെല്ല് ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നത് ഈ സെൻട്രൽ ബാങ്കിൻ്റെ കീഴിലായിരിക്കും. ഈ മസാല ബോണ്ട്, അങ്ങനെ പല ബോണ്ടുകളൊക്കെയും ഗവൺമെൻറ്റിൻ്റെ സെക്യൂരിറ്റീസാണ്. അപ്പോൾ ഈ സെക്യൂരിറ്റീസ് പർച്ചേസും സെല്ലും ഇതിൻ്റെ കീഴിലാണ് വരുന്നത്. അതുപോലെ തന്നെ നാഷണൽ ഡെപ്റ്റ് ആൻഡ് ഫോറിൻ ഡെപ്റ്റ് മാനേജ് ചെയ്യുന്നതും സെൻട്രൽ ബാങ്കിൻ്റെ ഒരു ധർമ്മമായിട്ട് ഇവിടെ പറയുന്നുണ്ട്, ഫങ്ഷനായിട്ട് പറയുന്നുണ്ട്. കസ്റ്റോഡിയൻ ഓഫ് ക്യാഷ് റിസർവ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. കസ്റ്റോഡിയൻ ഓഫ് ക്യാഷ് റിസർവ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക്. കൊമേഴ്ഷ്യൽ ബാങ്കിന് കിട്ടുന്ന ഡെപ്പോസിറ്റിൻ്റെ 1% സെൻട്രൽ ബാങ്കിൽ ഒരു ഡെപ്പോസിറ്റായിട്ട് സെൻട്രൽ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യണം എന്നുണ്ട്. The all commercial bank kept part of their cash balance as deposit with the central bank. സെൻട്രൽ ബാങ്കിൽ കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ ഒരു പെർട്ടിക്കുലർ എമൗണ്ട് ഓഫ് തുക ക്യാഷ് ആയിട്ട് സേവ് ചെയ്യണം എന്ന് പറയുന്നു, ഡെപ്പോസിറ്റായിട്ട് ചെയ്യണമെന്ന് പറയുന്നു. ഇതിനാണ് സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ എന്ന് പറയുന്നത്. നിർബന്ധമായും സേവ് ചെയ്യേണ്ട ഒരു ലിമിറ്റ് ഓഫ് ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. ഇതിനെ സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ എന്ന് പറയുന്നുണ്ട്. ഇത് പ്രകാരം കൊമേഴ്ഷ്യൽ ബാങ്കിന് കിട്ടുന്ന അവരുടെ ഏർണിങ്സിൽ നിന്നും അതിൽ നിന്നും ഒരു പാർട്ട് ഓഫ് ബാലൻസ് ഡെപ്പോസിറ്റ് ആയിട്ട് കൊമേഴ്ഷ്യൽ ബാങ്കിൽ കരുതണം. ആൻഡ് സെൻട്രൽ ബാങ്ക് ആക്ട് ആസ് എ കസ്റ്റോഡിയൻ ഓഫ് ദീസ് റിസർവ്സ് ആൻഡ് ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദിസ് ഫങ്ഷൻ സെൻട്രൽ ബാങ്ക് ഈസ് കോൾഡ് ആസ് ബാങ്കർ ഓഫ് ബാങ്ക്. ഇതിൽ പറയുന്നത് സെൻട്രൽ ബാങ്കിൻ്റെ റിസർവ്, കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ റിസർവ് സെൻട്രൽ ബാങ്ക് ഹോൾഡ് ചെയ്ത് വെക്കുന്നത് കൊണ്ട് തന്നെ വാണിജ്യ ബാങ്കിൽ നിന്ന് കിട്ടുന്ന റിസർവുകൾ, അവരുടെ അമൗണ്ട് റിസർവ് ചെയ്ത് സെൻട്രൽ ബാങ്കിൽ വെക്കുന്നത് കൊണ്ട് തന്നെ സെൻട്രൽ ബാങ്കിനെ ബാങ്കർ ഓഫ് ബാങ്ക് എന്ന് പറയുന്നുണ്ട്.
വാണിജ്യ ബാങ്ക്, കൊമേഴ്ഷ്യൽ ബാങ്ക് എന്നുള്ളതൊരു ബാങ്കാണ്. ആ ബാങ്കിൻ്റെയും ഡെപ്പോസിറ്റ് ഒരു ബാങ്ക് വാങ്ങിച്ചു വെക്കുന്നു. അതിനാണ് ബാങ്കർ ഓഫ് ബാങ്ക് എന്ന് പറയുന്നത്, ബാങ്ക് ഓഫ് ബാങ്കേഴ്സ് എന്ന് പറയുന്നത്, ബാങ്ക്സ് ഓഫ് ബാങ്കേഴ്സ്. ആൻഡ് ലെൻഡർ ഓഫ് ദ ലാസ്റ്റ് റിസോർട്ട്. ലെൻഡർ ഓഫ് ലാസ്റ്റ് റിസോർട്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവസാന ആശ്രയമായിട്ട്, ഇപ്പോൾ കടം വാങ്ങിക്കാൻ നിൽക്കുന്നതിനുള്ള അവസാന ആശ്രയമായിട്ട് സെൻട്രൽ ബാങ്കിനെ കണക്കാക്കുന്നു. ഈ കൊമേഴ്ഷ്യൽ ബാങ്കിനെ വാണിജ്യ ബാങ്കുകൾക്ക് കടമുണ്ടാകുമ്പോൾ, അടിയന്തര സിറ്റുവേഷനിൽ കടമുണ്ടാകുന്ന സമയത്ത് കടം വാങ്ങിക്കാനുള്ള ഒരു അവസാന ആശ്രയമായിട്ട് സെൻട്രൽ ബാങ്ക് പ്രവർത്തിക്കുന്നുണ്ട്. അതാണ് ഈ പോയിന്റിൽ വരുന്നത്. ദ സെൻട്രൽ ബാങ്ക് ലെൻഡ് ടു ദ കൊമേഴ്ഷ്യൽ ബാങ്ക് ഇൻ ടൈംസ് ഓഫ് എമർജൻസി. നേരത്തെ പറഞ്ഞ പോലെ സെൻട്രൽ ബാങ്ക് കൊമേഴ്ഷ്യൽ ബാങ്കിനെ പൈസ കടം കൊടുക്കുന്നു, ലെൻഡ് ചെയ്യുന്നു. ആൻഡ് സെൻട്രൽ ബാങ്ക് അസ്യൂംസ് the responsibilities of meeting directly or indirectly all reasonable demand for funds by commercial bank in time of difficulty or crisis. Commercial bank difficulty or crisis ഫേസ് ചെയ്യുന്ന സമയത്ത് അതിനെ സഹായിക്കുക എന്നുള്ള ധർമ്മം കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ ആണ്. ഇതാണ് ലെൻഡർ ഓഫ് ലാസ്റ്റ് റിസോർട്ടിൽ പറയുന്നത്. ആൻഡ് കൺട്രോൾ ഓഫ് മണി സപ്ലൈ ആൻഡ് ക്രെഡിറ്റ്. ഇതിൻ്റെ അടുത്ത ഫംഗ്ഷനാണ്, മോണിറ്ററി ഫംഗ്ഷൻ്റെ അഞ്ചാമത്തെ ഇതാണ് കൺട്രോൾ ഓഫ് മണി സപ്ലൈ ആൻഡ് ക്രെഡിറ്റ്. ദ സെൻട്രൽ ബാങ്ക് ക്യാൻ കൺട്രോൾ ഇൻഫ്ലേഷണറി ആൻഡ് ഡീഫ്ലേഷണറി സിറ്റുവേഷൻ ഇൻ ദ എക്കോണമീസ് ത്രൂ വേരിയസ് കൺട്രോൾ മെഷേഴ്സ്. എക്കോണമിയിൽ ഉണ്ടാവുന്ന ഇൻഫ്ലേഷണറി ആൻഡ് ഡീഫ്ലേഷണറി, പണപ്പെരുപ്പത്തെയും പിന്നെ പൈസ കണ്ടിന്യൂസ് ആയി കുറഞ്ഞു വരുന്ന ആ പ്രൊസീജിയറേയും കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് വേരിയസ് മെഷേഴ്സ് എടുക്കുന്നുണ്ട്. ഒരുപാട് തരത്തിലുള്ള മെഷേഴ്സ് സെൻട്രൽ ബാങ്ക് എടുക്കുന്നുണ്ട്. അതിനെ ക്രെഡിറ്റ് കൺട്രോൾ മെഷർ എന്ന് പറയുന്നത്. അതായത് ക്രെഡിറ്റ് കൺട്രോൾ മെഷറാണ് മോണിറ്ററി പോളിസീൻ്റെ ഒരു ഇൻസ്ട്രുമെൻ്റ് ആയിട്ടാണ് ക്രെഡിറ്റ് കൺട്രോൾ അറിയപ്പെടുന്നത്. അപ്പോൾ എന്തൊക്കെ മെത്തേഡ് വഴിയാണ് ക്രെഡിറ്റ് കൺട്രോൾ ചെയ്യുന്നത്? ക്രെഡിറ്റ് എടുക്കുന്നതിനെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ അതിനെ ക്വാണ്ടിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ എന്നും ക്വാളിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ എന്നും രണ്ടായിട്ട് തിരിക്കാൻ പറ്റും. അപ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ എന്ന് പറയുന്നത് ക്വാണ്ടിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ മെഷേഴ്സ് ആർ ദ മെഷേഴ്സ് വിച്ച് ആർ സപ്പോസ് ടു കൺട്രോൾ ദ ടോട്ടൽ വോളിയം ഓഫ് ബാങ്ക് ക്രെഡിറ്റ്. അതായത് ക്വാണ്ടിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ പ്രകാരം ഒരു ബാങ്ക് അതിൻ്റെ ടോട്ടൽ വോളിയം ഓഫ് ബാങ്ക് ക്രെഡിറ്റിനെയാണ് കൺട്രോൾ ചെയ്യുന്നത്. ബാങ്കിൽ നിന്ന് എടുക്കുന്ന ക്രെഡിറ്റിൻ്റെ ടോട്ടൽ വോളിയത്തെ, എടുക്കുന്നതിൻ്റെ അളവിനെയാണ് കൺട്രോൾ ചെയ്യുന്നത്. ഇത്തരം മെത്തേഡിനെയാണ് ക്വാണ്ടിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ എന്ന് പറയുന്നത്. ഇതിൽ വരുന്നത് ബാങ്ക് റേറ്റ് പോളിസി, ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ, വേരിയബിൾ റിസർവ് റിക്വയർമെൻറ്റ്സ്. നമുക്ക് മോണിറ്ററി പോളിസി ആൻഡ് അതിൻ്റെ ഇൻസ്ട്രുമെൻറ്റ് പഠിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ പഠിക്കാനുണ്ട്. അപ്പോൾ ഇത് ജസ്റ്റ് എന്താണെന്ന് മാത്രം മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ടോട്ടൽ വോളിയം ഓഫ് ബാങ്ക് ക്രെഡിറ്റിനെയാണ് കൺട്രോൾ ചെയ്യുന്നത്. അതിനുപയോഗിക്കുന്ന മെത്തേഡാണ് ബാങ്ക് റേറ്റ് പോളിസി, ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ, വേരിയബിൾ റിസർവ് റിക്വയർമെൻറ്റ്സ് എന്ന് പറയുന്നത്. ആൻഡ് ക്വാളിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ, ഇതൊരു തരം ക്രെഡിറ്റ് കൺട്രോൾ മെത്തേഡാണ്. ഇത് ക്വാളിറ്റേറ്റീവ് ആസ്പെക്ട്സിലാണ് ചെയ്യുന്നത്. അപ്പോൾ ക്വാളിറ്റേറ്റീവ് ആസ്പെക്ട്സിലാവുമ്പോൾ തന്നെ ഇതിൻ്റെ ടോട്ടൽ വോളിയം ഓഫ് ക്രെഡിറ്റ് കൺട്രോൾ ആയിരിക്കില്ല കൺട്രോൾ ചെയ്യുന്നത്. ടോട്ടൽ വോളിയം ആയിരിക്കില്ല ക്രെഡിറ്റ് കൺട്രോൾ ചെയ്യുന്നത്. പകരം ഇതിൻ്റെ യൂസ് ആൻഡ് ഡയറക്ഷൻ ആയിരിക്കും കൺട്രോൾ ചെയ്യുക. ഇപ്പോൾ അതിൻ്റെ ഉപയോഗം കുറയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നിയമങ്ങളും ഇതൊക്കെ ആയിരിക്കും, അഡ്വൈസസൊക്കെ ആയിരിക്കും ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുക. ഇത്തരത്തിലുള്ളതിന് പറയുന്നതാണ് എങ്ങനെയൊക്കെയാണ് ഈ ക്വാളിറ്റേറ്റീവ് മെഷർ എന്ന് പറയുന്നത്. ചേഞ്ച് ഇൻ മാർജിനൽ റിക്വയർമെൻറ്റ്, മോറൽ ഫ്യൂഷൻ, കൺട്രോൾ ഓഫ് കൺസ്യൂമർ ക്രെഡിറ്റ്, സെലക്റ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ മെത്തേഡ്. അപ്പോൾ ഈ മെത്തേഡൊക്കെ യൂസ് ചെയ്തിട്ട് ക്വാളിറ്റേറ്റീവ് മെത്തേഡ് വഴി ക്രെഡിറ്റ് കൺട്രോൾ ചെയ്യാം. ഇത് മാത്രമല്ലാതെ വേറെ മെത്തേഡുകളുണ്ട്. ക്രെഡിറ്റ് റാഷനിങ്, ഡയറക്റ്റ് ആക്ഷൻ, മോറൽ ഫ്യൂഷൻ, പബ്ലിസിറ്റി തുടങ്ങിയവയെല്ലാം തന്നെ ക്വാളിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ മെഷറാണ്. നമുക്ക് ഇതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് നെക്സ്റ്റ് ടോപ്പിക്കിൽ പഠിക്കാം. ഇപ്പോൾ എന്താണെന്ന് മാത്രം പേര് നോട്ട് ചെയ്ത് വയ്ക്കുക. അടുത്തത് നോൺ മോണിറ്ററി ഫങ്ഷൻ, അതായത് സാമ്പത്തിക ഇതര ധർമ്മങ്ങൾ എന്തെല്ലാമാണ് സെൻട്രൽ ബാങ്കിൽ പ്രവർത്തിക്കുന്നത് എന്ന് നോക്കാം. സെൻട്രൽ ബാങ്ക് പ്രവർത്തിക്കുന്ന അടുത്തത് സാമ്പത്തികപരമല്ലാത്ത മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഫസ്റ്റ് സൂപ്പർവിഷൻ ഓഫ് ബാങ്ക്. സൂപ്പർവിഷൻ ഓഫ് ബാങ്ക് എന്ന് വെച്ചാൽ ദ സെൻട്രൽ ബാങ്ക് സൂപ്പർവൈസ് ആൻഡ് മോണിറ്റർ ദ വർക്കിംഗ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക്. ദ RBI is given power to supervise and monitoring the working of commercial bank under the Banking Regulation Act 1949. ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949 പ്രകാരം സെൻട്രൽ ബാങ്കിനെ കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ
പ്രവർത്തനങ്ങൾ, വാണിജ്യ ബാങ്കിൻ്റെ പ്രവർത്തനങ്ങൾ സൂപ്പർവൈസ് ചെയ്യാനും മോണിറ്റർ ചെയ്യാനുമുള്ള അധികാരമുണ്ട്. സെൻട്രൽ ബാങ്കിൻ്റെ പ്രവർത്തനങ്ങളെയും മോണിറ്റർ ചെയ്യാനും സൂപ്പർവൈസ് ചെയ്യാനുമുള്ള അധികാരം സെൻട്രൽ ബാങ്കിനുണ്ട്. ഇത് RBIക്ക് കിട്ടിയത് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949 പ്രകാരമാണ്. അപ്പോൾ നോൺ മോണിറ്ററി ഫംഗ്ഷനിലെ ഫസ്റ്റത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് സൂപ്പർവിഷൻ ഓഫ് ബാങ്കാണ്. രണ്ടാമത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് പ്രൊമോഷണൽ ആൻഡ് ഡെവലപ്മെൻറ്റൽ ഫംഗ്ഷൻ. ഇറ്റ് പെർഫോംസ് promotion and development function also, such as RBI set up NABARD to promote agriculture and rural development, and it has set up Exim Bank of India to promote foreign trade. ഇതിൽ പ്രൊമോഷൻ ആൻഡ് ഡെവലപ്മെൻറ്റൽ ഫംഗ്ഷൻ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ RBI ചില പ്രൊമോഷണൽ വർക്കുകളും ചെയ്യുന്നുണ്ട്. ലൈക്ക് നബാർഡ് സെറ്റപ്പ് ചെയ്യുക, അഗ്രികൾച്ചർ കൃഷിയും ഗ്രാമവികസനത്തിനും വേണ്ടിയിട്ട് നബാർഡ് സെറ്റപ്പ് ചെയ്തതുപോലെ ഫോറിൻ ട്രേഡ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി എക്സിഎം ബാങ്ക് സെറ്റപ്പ് ചെയ്തതുപോലെ ഉള്ള പ്രൊമോഷണൽ ഫങ്ഷൻസ് ചെയ്യുന്നുണ്ട്. നബാർഡ് എന്ന് പറയുന്നത് അഗ്രികൾച്ചറിൻ്റെ അപ്പെക്സ് അതോറിറ്റി, അഗ്രികൾച്ചർ ബാങ്കിൻ്റെ അപ്പെക്സ് അതോറിറ്റി ആയിട്ടാണ് നബാർഡ് അറിയപ്പെടുന്നത്. എക്സിഎം ബാങ്ക് എന്ന് പറയുന്നത് ഫോറിൻ ട്രേഡിന് വേണ്ടിയിട്ടാണ്, എക്സ്പോർട്ടും ഇമ്പോർട്ടിനെ കുറിച്ചിട്ടും ഒക്കെയുള്ള വേണ്ടിയിട്ടും മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് എക്സിഎം ബാങ്ക്. അപ്പോൾ ഇത് രണ്ടാമത്തെ നോൺ മോണിറ്ററി ഫംഗ്ഷനാണ്. ഫസ്റ്റത് സൂപ്പർവിഷൻ ഓഫ് ബാങ്ക്, രണ്ടാമത്തെ പ്രൊമോഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ഫംഗ്ഷൻ. ആൻഡ് തേർഡ് വൺ ഈസ് ഡാറ്റ കളക്ഷൻ ആൻഡ് പബ്ലിക്കേഷൻ. സെൻട്രൽ ബാങ്ക് വേരിയസ് ഡാറ്റസ്, ഒരുപാട് ഡാറ്റകൾ കളക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ സിറ്റുവേഷൻ മനസ്സിലാക്കുകയും ഭാവിയിലെ സിറ്റുവേഷൻ എന്തായിരിക്കുമെന്ന് ഫോർകാസ്റ്റ് ചെയ്യാനും ഈ ഡാറ്റകൾ ഉപയോഗിക്കാം. The central bank collects data on various economic matters such as foreign trade, foreign investment in India, inflation and so on. ഈ ഫോറിൻ ട്രേഡും ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റും ഇൻഫ്ലേഷൻ ഇവയൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് RBI ഡാറ്റകൾ വേരിയസ് സോഴ്സസ് യൂസ് ചെയ്തിട്ട് കളക്ട് ചെയ്യുന്നുണ്ട്. ഇതുവഴി ഇപ്പോൾ ഇൻഫ്ലേഷൻ്റെ ഡാറ്റ കളക്ട് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് മുന്നത്തെ വർഷത്തിലുണ്ടായ ഇൻഫ്ലേഷൻ, പണപ്പെരുപ്പം, അതിനുശേഷം ഇപ്പോൾ ഉണ്ടായ പണപ്പെരുപ്പം എത്രയാണ്, അടുത്ത വർഷം എത്ര ഉണ്ടാവും എന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും, കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും, നമുക്ക് ഗണിക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ ഡാറ്റകൾ ഉപയോഗിച്ച് പല കാര്യങ്ങളും, എക്കണോമിക് കാര്യങ്ങളും തീരുമാനിക്കാൻ പറ്റും. ഇതാണ് ഡാറ്റ കളക്ഷൻ ആൻഡ് പബ്ലിക്കേഷനിൽ പറയുന്നത്. ക്ലിയറൻസ്. സെൻട്രൽ ബാങ്ക് ഒരു ക്ലിയറൻസ് ഹൗസായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. The central bank also give clearances to various proposal or project involving financial consideration. For instance of clearing proposal from India firm to invest foreign country. Indian firm to invest in foreign country. Foreign countryയിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാനും പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ന് പഠിച്ചത് സെൻട്രൽ ബാങ്ക് എന്താണെന്നും, സെൻട്രൽ ബാങ്ക് എന്നുള്ളത് അപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂഷനാണ്. രാജ്യത്തിൻ്റെ മോണിറ്ററി സിസ്റ്റം ആൻഡ് ബാങ്കിങ് സ്ട്രക്ചർ റെഗുലേറ്റ് ചെയ്യുന്നത് സെൻട്രൽ ബാങ്ക് ആയിരിക്കും. ഇന്ത്യയിലെ സെൻട്രൽ ബാങ്ക് അറിയപ്പെടുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നാണ്. ലെൻഡർ ഓഫ് ലാസ്റ്റ് റിസോർട്ട് എന്നാണ് ഹോട്ട്റയുടെ ഡെഫിനിഷൻ പ്രകാരമുള്ളത്. വീര സ്മിത്തിൻ്റെ ഡെഫിനിഷൻ പ്രകാരം നോട്ട് പ്രിൻ്റ് ചെയ്യാനുള്ള അതാണ് പ്രൈമറി ഫംഗ്ഷനായിട്ട് ചെയ്യുന്നത് എന്ന് പറയുന്നുണ്ട്. RBI സെറ്റപ്പ് ചെയ്തത് ഹിൽട്ടൺ യങ് കമ്മീഷൻ്റെ റെക്കമെൻഡേഷൻ പ്രകാരമാണ്. അണ്ടർ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് 1934 പ്രകാരം, അത് പ്രകാരം 1 ഏപ്രിൽ 1935 RBI ഫോം ചെയ്തു. RBI നാഷണലൈസ് ചെയ്തത് 1 ജാനുവരി 1949 RBIയിൽ 21 മെമ്പേഴ്സ് ഉണ്ട്. ഗവർണർ, ഡെപ്യൂട്ടി ഗവർണർ, ഫിനാൻസ് മിനിസ്ട്രി റെപ്രസെൻറ്റേറ്റീവ്, ഗവൺമെൻറ് നോമിനേറ്റഡ് ഡയറക്ടേഴ്സ്, 4 ലോക്കൽ ബോർഡ് ഹെഡ് ക്വാർട്ടേഴ്സിലെ മെമ്പേഴ്സ് തുടങ്ങിയവരും ഉണ്ട്. ഫസ്റ്റ് ഗവർണർ എന്ന് പറയുന്നത് ഓസ്ബോൺ സ്മിത്ത് ആൻഡ് ഇന്ത്യൻ ഗവർണർ എന്നറിയപ്പെടുന്നത് CV ദേശ്മുഖ്. ഇപ്പോഴത്തെ ഗവർണർ എന്ന് പറയുന്നത് ശക്തികാന്ത് ദാസ്. ആൻഡ് ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് കൊൽക്കത്തയിൽ നിന്ന് 1937 മുംബൈയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഫങ്ഷൻസ് നമ്മൾ മോണിറ്ററി ഫംഗ്ഷൻ എന്നും നോൺ മോണിറ്ററി ഫംഗ്ഷൻ എന്നും പറയുന്നുണ്ട്. മോണിറ്ററി ഫംഗ്ഷനിൽ റെഗുലേഷൻ ഓഫ് കറൻസി, അതായത് കറൻസി പ്രിൻ്റ് ചെയ്യാനുള്ള ഏകാധികാരം RBIക്കാണ്. മിനിമം റിസർവ് സിസ്റ്റം ബേസ് ചെയ്തിട്ടാണ് കറൻസി പ്രിൻ്റ് ചെയ്യുന്നത്. ബാങ്കർ, ഏജൻറ്റ്, അഡ്വൈസറായിട്ട് സെൻട്രൽ ബാങ്ക് പ്രവർത്തിക്കുന്നുണ്ട്. ഗവൺമെൻറ്റിനെ പൈസ കടം കൊടുക്കുകയും ഷോർട്ട് ടേം ലോണായി പ്രൊവൈഡ് ചെയ്യുകയും ഗവൺമെൻറ്റിൻ്റെ സെക്യൂരിറ്റീസ് പർച്ചേസ് ആൻഡ് സെയിൽ ചെയ്യുകയും ചെയ്യുന്നു. കസ്റ്റോഡിയൻ ഓഫ് ക്യാഷ് റിസർവ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക്. കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ ഒരു പോർഷൻ ഡെപ്പോസിറ്റ് ആയിട്ട് സെൻട്രൽ ബാങ്കിൽ ചെയ്യണം. അതുകൊണ്ട് തന്നെ ഈ സെൻട്രൽ ബാങ്കിനെ ബാങ്ക് ഓഫ്
ബാങ്കേഴ്സ് എന്നറിയപ്പെടുന്നുണ്ട്. ലെൻഡർ ഓഫ് ലാസ്റ്റ് റിസോർട്ട്, സെൻട്രൽ ബാങ്ക് അവസാന ആശ്രയമായിട്ട് അറിയപ്പെടുന്നുണ്ട്. കൊമേഴ്ഷ്യൽ ബാങ്കിന് കടമെടുക്കാനുള്ള അവസാന ആശ്രയമായിട്ട് സെൻട്രൽ ബാങ്കിനെ കണക്കാക്കുന്നു. മണി സപ്ലൈ കൺട്രോൾ ഓഫ് മണി സപ്ലൈ ആൻഡ് ക്രെഡിറ്റ്, ഇതിനെ ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് മെഷേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡിൽ വോളിയം കുറയ്ക്കാനും ബാങ്ക് ക്രെഡിറ്റിൻ്റെ വോളിയം കുറയ്ക്കാനും, ക്വാളിറ്റേറ്റീവിൽ അതിൻ്റെ യൂസേജും ഡയറക്ഷനും കുറയ്ക്കാനും ചെയ്യുന്നത്. നോൺ മോണിറ്ററി ഫംഗ്ഷനിൽ സൂപ്പർവിഷൻ ഓഫ് ബാങ്കും, പ്രൊമോഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ഫംഗ്ഷൻ ആൻഡ് ഡാറ്റ കളക്ഷൻ ആൻഡ് പബ്ലിക്കേഷൻ ആൻഡ് ക്ലിയറൻസ് ഇതുവരെയാണ് ഇതിൽ ഉൾപ്പെടുന്നത്.